ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടെങ്കിലില്ലേ നമുക്ക് ചോറിന് വേറെ ഒന്നും ആവശ്യമില്ലേ, അത്രയും ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ കുറച്ച് പുളി എടുക്കാം കേട്ടോ. നമ്മളൊരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പുളി ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വഴുതനങ്ങ ബ്രിഞ്ചാൽ വെച്ചിട്ടാണ് കേട്ടോ അടിപൊളി റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഇതാ 3 മീഡിയം സൈസുള്ള വഴുതനങ്ങ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പം നമ്മൾ ഈ വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് അധികം കനം കുറച്ച് കട്ട് ചെയ്യണ്ട കേട്ടോ. കനം കുറക്കാതെ തന്നെ അത്യാവശ്യം ഇതുപോലൊരു കട്ടിയിൽ വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളെ വഴുതനങ്ങ നന്നായിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഈ രീതിക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് വെച്ചിട്ട് വഴുതനങ്ങ വാടി അങ്ങ് കുഴഞ്ഞു പോകണ്ട കേട്ടോ. അപ്പം നമ്മളിതാ ഈ ഒരു എണ്ണയിൽ നിന്ന് അങ്ങ് വഴുതനങ്ങക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് ഇത് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു 1.5 ടീസ്പൂണോളം ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 വറ്റൽ മുളകും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1-2 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ മീഡിയം സൈസുള്ള 2 സവാള, അപ്പോൾ സവാള കട്ട് ചെയ്യുന്ന സമയത്തും ഇതുപോലെ കുറച്ച് കനത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണ്ട. സവാളയും കൂടി നമ്മൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടേ. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, ആ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലെ പുളി വെള്ളം മാത്രമായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി എടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമേ ഇല്ല കേട്ടോ. അപ്പോൾ ഉപ്പും പുളിവെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഒരുപാട് എരിവൊക്കെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ കളറ് മാത്രം മതി എന്നാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി രണ്ടും വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല ചേർക്കണം എന്നുള്ളത്. അപ്പം നമ്മളിതാ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതുപോലൊന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മൾ വഴുതനങ്ങ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉടച്ചെടുക്കുന്നില്ല, ഇതുപോലൊന്ന് ചെറുതായിട്ട് അതിൽ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിതാ വഴുതനങ്ങയ്ക്ക് ആവശ്യത്തിന് ഉടച്ചെടുത്തിട്ട് അതിൽ ആ ഒരു ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്തെടുക്കാം കേട്ടോ. വെല്ലം പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു പുളിയും മധുരവും ആ ഒരു എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാനും. ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് വേറെ ഒരുപാട് കറികളൊന്നും ആവശ്യമില്ല, ഇതൊന്നും മാത്രം മതിയാവേ. അപ്പോൾ നമ്മളിതാ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. സംഭവം ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം. കുറച്ചൊന്ന് ആവി കയറ്റിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-20 സെക്കൻഡ് ഒന്ന് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം മല്ലിയില കേട്ടോ. നല്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ അടിപൊളിയാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയമൊന്നുമില്ല, നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കുകയും ചെയ്യണം, എന്നാൽ നമുക്ക് ഒരുപാട് കറിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ചോറ് കഴിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.